ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കൃഷികളെയും കാര്യങ്ങളെയും പറ്റിയൊക്കെയുള്ള വീഡിയോ ആയിട്ടാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പച്ചപ്പുകളെയും പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് നിൽക്കും. ഇതെല്ലാം മമ്മി അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. മമ്മിക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഈ ചെടികൾ കളക്ട് ചെയ്യാനാണ് ഹോബി. ചെടിയെന്ന് മാത്രമല്ല എല്ലാ ടൈപ്പ് കൃഷികളും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം മമ്മിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചപ്പുണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ തെറ്റിപ്പൂ നിൽപ്പുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് തെറ്റിപ്പൂ. തൊട്ടടുത്ത് നിൽക്കുന്ന മുല്ലപ്പൂ ആണ്, പക്ഷേ മുട്ട് വന്നിട്ടില്ല. പിന്നെ ഒരു കുഞ്ഞിപ്പൂ നിൽക്കുന്നുണ്ട്. ഇത് ആത്തമരമാണ്. ഇതിൽ പടർന്ന് കയറിയിരിക്കുന്നത് വാനില. നോക്കിക്കേ, അതിൻ്റെ ലീഫ് കണ്ടോ, വാനിലയുടെ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ കിളികളുടെ ശബ്ദമാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തും കുറേ ഫ്ലവേഴ്സാണ്. ഈ പിങ്ക് ഫ്ലവറൊക്കെ എന്ത് ക്യൂട്ടാണെന്നറിയോ. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. ഇതെല്ലാം മമ്മിയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പം അവിടുന്ന് കളക്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളില്ലാത്തതെല്ലാം അവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഈ ഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുറേ ഇലച്ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇലച്ചെടികളെ. കണ്ടോ, നല്ല രസമുള്ള കുറേ ഇലച്ചെടികളൊക്കെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് പോകാം കേട്ടോ. ഫ്ലവേഴ്സൊക്കെ ഏകദേശം ഈ ഭാഗത്ത് തീരാറായി. ഈ പിങ്ക് ഫ്ലവർ ഉണ്ട്, പിന്നെ ഇപ്പുറത്ത് ഈ ഫ്ലവറും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇനി പയറിൻ്റെ സെക്ഷനാണ്. എല്ലാം ഗ്രോ ബാഗിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാത്തരം പയറുകളും ഉണ്ട്. ഈ പൂത്ത് നിൽക്കുന്നത് അമരപ്പയറാണ്, കണ്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ പാവലുണ്ട്, ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, പാവലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനെല്ലാം നന്നായിട്ട് പടർന്ന് കയറാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് മമ്മി. അങ്ങനെ ഞങ്ങളുടെ പയറൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. നല്ല പച്ചപ്പാണ് ഇവിടെ. പ്രത്യേകിച്ച് ഗ്രോ ബാഗിൽ വെച്ചേക്കുന്നത് കൊണ്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ തൊട്ടടുത്തൊരു പേര നിൽപ്പുണ്ട്, അതിൻ്റെ പേരച്ചോടാണ്. അവിടെയും ഫുള്ള് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് മമ്മി. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് പേരയ്ക്ക കഴിക്കാനൊക്കെ തോന്നി തുടങ്ങി ഗൈസ്. ഞങ്ങൾ പേരയ്ക്ക പറിക്കാൻ തുടങ്ങുവാണേ. വാവ്, പൊളി. ഇപ്പം പറിച്ച് പേരയ്ക്കാണ് കേട്ടോ. നല്ല പഴുത്തതാണ്. പിന്നെ ഞങ്ങളുടെ പേര നിറച്ച് പേരയ്ക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് തിന്നാനുള്ളത് കിട്ടുന്നുണ്ട്. ഇനിയും കുറച്ച് ചീരകൾ കാണിച്ചു തരാം. എല്ലാ ടൈപ്പ് ചീരകളും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇവിടെ കുറച്ച് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം വേറെ സ്ഥലത്ത് വെച്ചേക്കാണ് കേട്ടോ ഗൈസ്. പിന്നെ കോവയ്ക്കുണ്ട്. കോവയ്ക്ക അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, കോവയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു കോവയ്ക്ക പഴുത്ത് നിൽക്കുന്നു. ഇവിടെ കുറേ ഏറെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം പറിക്കാൻ പോകണം. ഇതെല്ലാം ഒരുപാടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മൽബറി നിൽക്കുന്നുണ്ടോ. കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്. പഴുത്തല്ലേ ഇപ്പം പറിക്കാൻ പോവാം. കണ്ടോ, ഇതിൽ മൊത്തം ഉണ്ട്. ഇത് കണ്ടോ, പഴുത്ത് നിൽക്കുന്ന മൽബറി. നമുക്കിപ്പോൾ ഇത് പറിക്കണം. ഇവിടെ എല്ലാം നിൽപ്പുണ്ട് മൽബറീസ്. മൽബറി മരത്തിൽ നിൽക്കുകയാണ്. കോവയ്ക്ക പടർന്ന് പോയേക്കുക. ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് കാന്താരികളാണ്. ഇത് വെള്ള കളറിലാണ് കേട്ടോ. എല്ലാ ടൈപ്പ് കാന്താരികളും ഉണ്ട്, പക്ഷേ ഇപ്പം കൂടുതലുള്ളത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നത് പറിക്കാൻ പോവാണ്. നിൽക്കുന്നതുണ്ടോ. ഇനിയിപ്പോൾ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയാണ് ഇത്രയും കോവയ്ക്ക, പിന്നെ കാന്താരി, പിന്നെ കുറച്ച് മൽബറീസ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പേരയ്ക്ക കഴിച്ചിരുന്നു, മൽബറീസും കഴിച്ചു. പിന്നെ കോവയ്ക്കൊക്കെ ഞാൻ പച്ചക്കൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ വീണ്ടും ചെടികളുടെ ഇടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ചെടിയുണ്ട് ഈ ഭാഗത്ത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒത്തിരി ഒന്നുമില്ല, ഇവിടെ കുറച്ചേ ഉള്ളൂ. ഈ ചെടിയില്ലേ, ഇത് എന്ത് രസം വരെ കാണാൻ.
ഇത് കുറ്റിക്കുരുമുളക്. ഇത് 2-3 ഉള്ളൂ. ഇത് ഭയങ്കര പ്രഷ്യസാണ് ഞങ്ങൾക്ക്. വളരെ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചതാണ് ഇവനെ. ഇനി പറമ്പിലോട്ട് കയറിയാൽ നാരകം വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഓമയ്ക്കയാണ്, പപ്പായല്ലേ അത് തന്നെ. അതെല്ലാം ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇലച്ചെടികളാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഇലച്ചെടികളുണ്ട്. പക്ഷേ എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഇത് ഞങ്ങളുടെ ചാമ്പമരം. ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അതെല്ലാം ഒന്നും പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറിച്ചില്ല. എനിക്ക് ചാമ്പമരം കണ്ട ഉടനെ എനിക്ക് ബഷീറിൻ്റെ കഥകളൊക്കെ ഓർമ്മ വരും. ഇത് കറിവേപ്പില, വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുരുമുളക് പടർത്തി വിട്ടേക്കാണ്. അത് പുളിയിലേക്ക് പടർത്തി വിട്ടേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ പുളിമരമാണ്, തോട്ടുപുളി. ദേ വന്ന് കണ്ടോ, പച്ചയായിട്ട് നിൽക്കുന്ന കണ്ടോ. ഇനി ഇത് പഴുക്കണം, എന്നിട്ട് നമ്മൾ ഉണക്കും. സീസൺ വരുന്നതേ ഉള്ളേ. ഞങ്ങൾക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ പുളി കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പറമ്പിലൊരു താരമാണ് ഇദ്ദേഹം. കണ്ടോ, അങ്ങനെ വളർന്നു പോയേക്കാണ്. ഇത് മത്തനാണ് വളർന്നു പോയേക്കുന്നത്. ഇത് പൂ വന്നേക്കുന്ന കണ്ടോ. ഇവിടെയും പൂ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. മത്തനും കൂടെ നിൽക്കുന്നത് വീണ്ടും ആത്തമരമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കുറേ ഇലച്ചെടികൾ എല്ലായിടം കാണുമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇലച്ചെടികൾ ദേ വെച്ചിട്ടുണ്ട്. ഇത് പല പല ടൈപ്പുണ്ട് ഇവിടെ കണ്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ തൊട്ടടുത്ത് ഇതാരാന്നറിയാമോ? ഇത് ലക്കി ബാമ്പു ഇല്ലേ, അതിലൊരു കമ്പ് എടുത്ത് വെച്ചേക്കുകയാണ്. ശരിക്കും അങ്ങ് ലക്ക് കിട്ടട്ടെന്നുള്ള രീതിയിലാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത് മമ്മി. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാന്നറിയാമോ? ദേ അവിടെ ഒരു മുല്ല നിൽപ്പുണ്ട്. ഇത് പൂത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് വീണ്ടും കുറച്ച് ചീരകൾ നിർത്തിയേക്കാണ് കണ്ടോ. ഇത് കണ്ടോ, പനിക്കൂർക്ക. പനി വരുമ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതി, പനിയൊക്കെ പെട്ടെന്ന് മാറും. ഇനി നമുക്കുള്ളത് കുറച്ച് 10 മണി പൂക്കളാണ് കണ്ടോ. അതും നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഞങ്ങളുടെ മമ്മിയുടെ ഓരോ ലീലാവിലാസങ്ങളെ. ഈ നമ്മുടെ കുഞ്ഞി ഫ്ലവേഴ്സ്, അയ്യോ എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. ഇത്തിരിയേ ഉള്ളു. ഇത് വേറെ കുറച്ച് ഫ്ലവേഴ്സ്. ഇതും 10 മണികൾ തന്നെയാണ്. അത് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇതൊരു വൈറ്റും പിങ്കും കൂടെ ചേർന്നൊരു കളർ, ഒരു പെയിൽ പിങ്ക് കളർ. അതും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരുപാടില്ല കേട്ടോ, ഇതിപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ. ഇവനും ഒറ്റൊരാളേ ഉള്ളൂ, ഒരു ചെങ്കല് കളർ. ഇവനാണ് ഒരുപാടുള്ളത്. ഒരേ കളേഴ്സാണ്, പക്ഷെ ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങളുടെ മാവിലുണ്ടായ മാങ്ങകളാണ്. ആദ്യമായിട്ടുണ്ടായാണ് കേട്ടോ. ഈ മാവിലുണ്ടായത്, നമുക്ക് വേറെ മാവൊക്കെ ഉണ്ട്. നല്ല ഉഷാറായിട്ട് കിടക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് പഴുക്കും, എന്നിട്ട് വേണം നമുക്ക് തിന്നാൻ. ഇനിയുള്ളത് കുറച്ച് കറ്റാർ വാഴകളാണ് കേട്ടോ. ഇതെല്ലാം മമ്മി തണലുള്ളിടത്തോട്ട് മാറ്റി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് നല്ല പച്ചയായിട്ടിരിക്കുന്നു. ഇനി വെയിലത്തുള്ളതെല്ലാം വാടിയിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. വെയിലത്തിരിക്കുന്നതിൻ്റെ ഭംഗിയെല്ലാം പോയി, എല്ലാം വാടിയിരിക്കുന്നു. വെള്ളം ഒഴിക്കുന്നുണ്ട്, എങ്കിൽ കൂടി അതിന് ഈ വെയിൽ താങ്ങാൻ വയ്യ. ഇത് കണ്ടോ, ഇത് ഇരുമ്പമ്പുളിയാണേ. കൂടെ നിൽക്കുന്നത് നമ്മുടെ കുരുമുളക്. കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇനി ഇരുമ്പമ്പുളി മൊത്തം കാണിച്ചു തരാം. ഈ മരം മൊത്തം ഉണ്ട്. നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞു, ഇനിയുണ്ട്. ഇതെല്ലാം അച്ചാറിനുള്ളതാണ്. ഇരുമ്പമ്പുളി ഒത്തിരി കഴിക്കില്ലെന്നാണ് പറയുന്നത്. കിഡ്നി അടിച്ചു പോകുന്നു. ചിലവരൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുമെന്ന്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ ഇരുമ്പമ്പുളി കഴിച്ചാൽ. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്, അറിയത്തില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറമ്പിലോട്ടൊക്കെ ഒന്ന് പോകാം. ദേ ഈ നിൽക്കുന്ന തേക്കാണ്. ഇത് പപ്പ വെച്ചതാണ് കേട്ടോ. കുറച്ച് തേക്കൊക്കെ ഈ വസ്തുവിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട് പണിയൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നില്ല. എല്ലാം ഞങ്ങളുടെ തേക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. ഇത് കണ്ടു, ഇത് നല്ലൊരു തേക്കാണ്, വലിയ തേക്കാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ കാടാന്നൊക്കെ തോന്നും, പക്ഷേ കാടല്ല കേട്ടോ, നമ്മളെ വീട് തന്നെയാണ്. ഈ തേക്കിനൊക്കെ പണ്ട് ഞാനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ അങ്ങോട്ട് വളർന്ന് പന്തലിച്ചു പോയി.
ഇത് തൊട്ടടുത്ത് തന്നെ കുറച്ച് ചീനി നട്ടിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തൊക്കെ ഈ വസ്തു മൊത്തവും കാച്ചിൽ, ചീനി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ദേ ഇവിടെ ഒരു ചെറിയ മൽബറി നിൽപ്പുണ്ട്, അതും കായ്ച്ചിട്ടൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ തൊട്ടടുത്ത് ഒരു പുളി നിൽപ്പുണ്ട്, അതൊരു പ്രത്യേക ടൈപ്പ് പുളിയാണ്, അതും കായ്ച്ചിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളക് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ദേ ഇത് ആരാന്ന് ചോദിച്ചാൽ കൂവയാണ്, ആറോട്ടില്ലേ അതാണ്. പിന്നെ ഇവിടെ വലിയൊരു മരം നിൽപ്പുണ്ട്, അത് ആഞ്ഞിലിയാണ് കേട്ടോ. അത് അത്യാവശ്യം വലിയ മരമാണ്. വീഡിയോയിൽ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എനിവേ തൊട്ടടുത്ത് ഇനിയും ഒരു ചേന നിൽപ്പുണ്ട്, അത് കുറച്ചേ ഉള്ളൂ കേട്ടോ ചേന. ദേ ഇതൊക്കെ വളർന്നു വരികയാണ് ചേന. പിന്നെ വേറൊരെണ്ണം കാണിച്ചു തരാം. ദേ കണ്ടോ, ഇതും വളർന്നു വരികയാണ്. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് ഇഞ്ചിയും മഞ്ഞളും കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തിയേക്കാണ്, നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. വളരെ കുറച്ചേ ഉള്ളതൊക്കെ, പേരിന് വേണ്ടി മാത്രം. ദേ കണ്ടോ, കുറച്ചേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി ഞങ്ങൾക്കുള്ളത് പൈനാപ്പിളാണ് കേട്ടോ. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ബാക്ക് വശം മൊത്തം പൈനാപ്പിൾ തോട്ടമായിരുന്നു. അപ്പോൾ അതിന് നടുക്കാണ് നമ്മളുടെ ഹോസ്റ്റൽ. അപ്പോൾ അതൊക്കെയാണ് എനിക്കിവിടെ വരുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന മുള്ളാത്തയാണ്, ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ക്യാൻസർ പേഷ്യൻസിനൊക്കെ നല്ലതാണിത് കേട്ടോ. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, അതിന് വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ 2-3 മരങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടൊക്കെയുണ്ട് ഈ ഫ്രൂട്ട്. പിന്നെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോൾ ദേ നോക്കിയേ, വിളഞ്ഞു വരുന്നുണ്ട് ഒരു കൊല. പിന്നെ നമുക്ക് നോക്കാം. നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ദേ രണ്ടാമത്തെ കൊലയും സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ വവ്വാൽ അണ്ണാനൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണാം. ഇന്നേലും ഭാഗ്യം കൊണ്ട് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ഇനി ഇത് പഴുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ദേ ഇവിടെ ഒരു റോസാപ്പൂ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാരാന്നറിയാമോ? ഇത് അവകാഡോയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ മിക്കവാറും വാങ്ങിയൊരു ഷേക്ക് അടിക്കാറാണ് പതിവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വലുതായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഇത് സീതപ്പഴമാണ് കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. കറൻലി ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു ഷോർട്ട് വീഡിയോ ഇടണമെന്ന്. അപ്പം കാണാം കേട്ടോ. ഇത് റംബുട്ടാനാണ്, ഇന്ന് വരെ പൂത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് ഇവൻ്റെ വരവും കാത്ത്. പിന്നെ ഇത് നാരകമാണ്, നാരകം. ഇത് പാഷൻ ഫ്രൂട്ടാണ്, അത് കുറേ ഉണ്ട്. നമ്മൾ പുളിയിലേക്ക് കയറ്റി വിട്ടേക്കാണ്. കുറേ ടൈപ്പ് പാഷൻ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക്. പിന്നെ ഇത് നെല്ലിമരമാണ് കേട്ടോ. നെല്ലിക്കയൊക്കെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കിഷ്ടമാണ് നെല്ലിക്ക. ഇതൊരു സിസ് കിഴങ്ങാണ്, ഇത് കറക്റ്റ് പേര് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇത് ആറലോടകമാണ്, നമ്മൾ ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അത് തന്നെ. ഇനി ഞങ്ങളുടെ പറമ്പിലെ റിച്ചസ് ആളിനെ കാണിച്ചു തരാം. ഇത് ഈട്ടിയാണ് കേട്ടോ. അപ്പോൾ ആളിനെ വെട്ടാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പം നമ്മൾ ഓണർ ആണെങ്കിൽ കൂടി ഇതിനെ വെട്ടണമെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ സാങ്ഷനൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെട്ടിയിട്ട് ഫർണിച്ചറൊക്കെ ആക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. ഇനി ഞങ്ങളത് കണ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അസറ്റുകളിലൊന്നാണ് ഈ കണ്ടം. കാരണം പണ്ട് കാലത്ത് റെയറസ്റ്റ് ആൾക്കാർക്ക് മാത്രമേ കണ്ടം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ആരും കൃഷി ചെയ്യാൻ വേണ്ടി ഒന്നും കണ്ടം വാങ്ങിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിനോട് ഒരുപാട് നന്ദിയാണ് ആൻസിസ്റ്റേഴ്സിനോട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.